ശ്രീ പ്രകാശ് മാസ്റ്റർ, ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ്. അത് ഊട്ടി ഉറപ്പിക്കാൻ ഉള്ള ഒരു അവസരമായി ഈ പറയുന്ന രാമജന്മ ഭൂമിയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ചേരിയുടെ ആരോപണം എന്ന് പറയുന്നത്. രാമൻ ദേശീയതയുടെ പ്രതീകമാണ് എന്നും ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ് എന്നും ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. ഞാൻ പറയുന്നത്, അങ്ങനെ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ വിശ്വസിക്കണം എന്ന് പറയണമെങ്കിൽ അതിൽ ഭരണഘടനാ സാധുതയുണ്ടാകണം. നമ്മുടെ ഭരണഘടനയിൽ അതില്ലാത്തിടത്തോളം കാലം എല്ലാവരും രാമൻ ഭാഗമായ അല്ലെങ്കിൽ ദേശീയത ഭാഗമായ രാമസങ്കല്പത്തിലോ രാമൻ ഭാഗമായ ദേശീയതാ സങ്കല്പത്തിലോ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതൊരു അടിച്ചേൽപ്പിക്കലല്ലേ? ലോകത്ത് ഏതൊരു മതവും എൻ്റേത് മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റാണെന്ന് പറയുന്നതിനാണ് വർഗീയത എന്ന് ലോകത്ത് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, മുസ്ലിം ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളി പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹിന്ദുത്വത്തിൻ്റെ അവിഭാജ്യ ഭാഗമല്ലേ. പിന്നെ എന്തിനാ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ്? ഇത് ഹിന്ദുത്വവും അതുപോലെ ഇസ്ലാമിസവും ഒക്കെ ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ സകല ചരാചരങ്ങളിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണല്ലോ ഹിന്ദു ആശയം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അടിയന്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് എന്തിനു മേലെയാണ്? നിശ്ചയമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഹിന്ദു മുസ്ലിം വർഗീയതയുടെ മേലെയല്ലേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത്. എന്നിട്ട് ഇതെല്ലാം സനാതനമാണ്, സനാതന ആയിട്ടാണോ ഈ ആളുകളെ കൊല്ലുന്നത്? ഇപ്പോൾ പശുവിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കൊല്ലുന്നു. ഈ ഇതെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ പിന്നെ അതിന് വേണ്ടി നിൽക്കേണ്ട കാര്യം എന്താ? ഹിന്ദു പിന്നെ പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന അന്യായമായ കാര്യം പറയുന്നതാണ് ബി ജെ പിയുടെ വർഗീയത. ഇവിടെ മുഗളന്മാർ ഭരിച്ചിട്ടേ ഇല്ല, ടിപ്പു സുൽത്താൻ ഭരിച്ചിട്ടേ ഇല്ല, ഹൈദരലി ഭരിച്ചിട്ടേ ഇല്ല. ആകെ ഭരിച്ചിരിക്കുന്ന ഹിന്ദുക്കൾ മാത്രമാണ്, ശിവജി മാത്രമാണ്. ഇതാണ് ഈ പിന്നെ വർഗീയത. ഈ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുവിൽ അവരുടെ മതവിശ്വാസത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ച് അതിനെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ വർഗീയവാദികളും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് അധികാര കസേര നിർത്തുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ RSSകാരൻ്റെ, അത് ജനസംഘമില്ല, ഒറ്റ RSSകാരൻ്റെ പേര് പറയട്ടെ ഈ പറയുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് മരിച്ചുകൊണ്ട് ഒരാളുടെ. വെറുതെ പറയല്ലേ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായിരുന്നു RSSകാർ, ഹൈന്ദവ വർഗീയവാദികൾ. അത് ആർക്കറിയാത്തത്? അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പാരമ്പര്യം പറയാനില്ല. സവർക്കർ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഹിന്ദുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ സേവ ചെയ്ത് എന്ന് ആർക്കറിയാത്തത്? ഒരു മരിച്ചാൽ പേര് പറയട്ടെ, ഇന്ത്യയിലെ BJPയുടെ നേതാവായിട്ടുള്ള ഒരൊറ്റ മനുഷ്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തു എന്ന് പറയട്ടവര്. അവർക്കൊന്നും അത്തരമൊന്നും പറയാനില്ല. അവര് സ്വന്തം ചരിത്രം ഇന്ത്യ ചരിത്രമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു വർഗീയവാദം ഇന്ത്യയുടെ പാരമ്പര്യമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ വൃത്തികേടിനെ അതിനോട് കൂട്ടുനിൽക്കണമോ എന്ന് ആലോചിക്കാൻ ഇത്രയേറെ സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ്, അതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അത് ബാബറോട്, അക്ബറോട്, പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, പിന്നീട് 47 മുതൽ ഭരണകൂടത്തോട്, നിയമവ്യവസ്ഥയോടൊക്കെ കലഹിച്ചു നേടിയ വലിയ വിജയം. ആ പാരമ്പര്യം ഹിന്ദുത്വമാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ചടങ്ങാണ് ഈ ജാനുവരി 22-ാം തീയതി BJP ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അതിനു വേണ്ടിയുള്ളത് എന്നല്ല പറയുന്നത്, അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഇതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല പ്രചാരണമായി ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടോ? അല്ല, ഇതിലെന്താന്ന് പറഞ്ഞാൽ വർഗീയത മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന ഒന്നാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ മനസ്സിനകത്ത് എളുപ്പത്തിൽ ഉദ്ദീപിപ്പിക്കാനാവുന്ന ഒന്നാണ് വർഗീയത. ഇപ്പം നിങ്ങൾക്ക് ലോകത്തിലെ പല രാജ്യങ്ങളിലും വർഗീയത നമുക്ക് നടക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ മനസ്സിലുള്ള ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള വികാരത്തെ ഉദ്ദീപിപ്പിച്ച് അതിനെ കലഹമാക്കി മാറ്റുകയാണ്. അതിനെ വർഗീയത എന്ന് പറയുന്നത്. ആ പിന്നെ വർഗീയതയാണ് BJP പയറ്റുന്നത്. ആ വർഗീയതയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര ദിവസം രാവിലെ വന്നതല്ലോ, 460 കൊല്ലക്കാലം നിലവിലുള്ള ഒരു പള്ളി അത് പൊളിച്ചുണ്ടാക്കിയ ഒന്നല്ലേ ഈ പറഞ്ഞ രാമക്ഷേത്രം. ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ക്ഷേത്രം അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഗവൺമെൻറ് പങ്കുവഹിക്കുന്നത്? പ്രധാനമന്ത്രി അതിൽ പങ്കുവഹിക്കേണ്ട കാര്യം എന്താ? ഒരു ക്യാബിനറ്റ് സെക്രട്ടറി അതിന് വേണ്ടി ഏർപ്പെടുത്തേണ്ട കാര്യം എന്താ? അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അധികാരമാണ് പ്രശ്നം. കോൺഗ്രസിനും അധികാരമാണ്. ഹിന്ദുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അധികാര കസേര പോയി പോകുമോ? ഇത് അവരുടെ വിഷയം. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ഡാമേജ് ഏറ്റുവാങ്ങി
ഇതിൽ കൂടുതൽ ദുർബലമാകട്ടെ ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ കോൺഗ്രസ് എന്നുള്ളതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പോൾ സോണിയാഗാന്ധി ഒന്ന് അവിടെ പോകുന്നത് കൊണ്ട്, കോൺഗ്രസിന്റെ ഏതെങ്കിലും ക്ഷണിക്കപ്പെട്ട നേതാവ് അവിടെ പോകുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് മാറണമെന്നില്ല. ഞാൻ തുടക്കത്തിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിനോട് പറഞ്ഞു, പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ടതുപോലെ തന്നെയാണ് അവരും ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ ട്രസ്റ്റ് ക്ഷണിക്കുന്നിടത്ത് ഞങ്ങൾ പോയി വരുന്നു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകേണ്ടതില്ല, മാറ്റം ഉണ്ടാവുകയുമില്ല. പക്ഷെ മാറി നിൽക്കുന്നതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും അറിയാം. ആ ഡാമേജിന്റെ ഗുണഭോക്താക്കൾ ആയി കേരളത്തിൽ മാറാനുള്ള ശ്രമം CPM ഭാഗത്ത് നിന്നില്ല എന്നങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്നത് കുറച്ചേറെ നിഷ്കളങ്കതയായി പോയില്ലേ? ഇതിൽ വർഗീയതയെ ചെറുക്കാനുള്ള മാർഗം എന്ത് എന്ന കാര്യത്തിലാണ് കോൺഗ്രസിന് വ്യക്തതയില്ലാത്തത്. വർഗീയത കൊണ്ട് ചെറുക്കാനാവില്ല. വർഗീയതയെ ചെറുക്കണമെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കണം. അത് ഇത്രയും കാലം നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് ഈ ദുർഗതി വന്നത്. ഇപ്പോഴെങ്കിലും നിൽക്കണം നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ചിലപ്പോൾ ചെറിയ നഷ്ടം ഉണ്ടായേക്കും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ മതനിരപേക്ഷവാദികൾ തങ്ങളുടെ രക്ഷകരായിട്ട് കോൺഗ്രസിനെ കാണും. ശ്രീ പ്രകാശ് മാസ്റ്റർ, തൽക്കാലം ചെറിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ്, അതൊരു ചെറിയ നഷ്ടമാണ് എന്ന് പ്രതിപക്ഷ ചേരി വിചാരിക്കുന്നുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പടിവാതിൽക്കൽ നിൽക്കാൻ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചാരണ വിഷയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചെറിയ നഷ്ടമാണോ? അത്ര ലഘുവായിട്ടാണോ CPM അതിനെ കാണുന്നത്? ഇതില് ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയതക്ക് വേണ്ടിയുള്ള ശക്തമായ നീക്കം നടക്കുമ്പോഴും ഒരു 10-35% ആളുകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള കണക്കുകൾ ഏത് വോട്ടെടുത്ത് പരിശോധിച്ചാൽ കാണുമല്ലോ. അവരുടെ നേതാവായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ് വേണ്ടത്. അതിന് നേതാവായിട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അവര് ഇവിടെ നമ്മുടെ BJPയുടെ അതേ വർഗീയക്കാരന് കളിച്ച് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് പ്രശ്നം. അവർക്ക് അതുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കേണ്ടി വരുന്നത്. അതവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മിണ്ടാൻ പാടില്ല, ഇതല്ലേ കോൺഗ്രസ് പറഞ്ഞത്. ഈ വിഷയം വന്നോടനെ തന്നെ മതനിരപക്ഷ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, ഇത് വർഗീയത ശക്തിപ്പെടുത്താനാണ്, അധികാര കസേരക്ക് വേണ്ടിയാണ്, ഞങ്ങൾ പങ്കെടുക്കില്ല. അത് പറയാൻ കഴിയണ്ടേ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ അതായിരുന്നില്ലേ? അപ്പോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് അതാണ് അവർക്ക് വിനാശകരമാകുന്നതെന്ന് നിർഭാഗ്യവശാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രശ്നം. ശരി.